പ്രൈസ് ലോർഡ്. ക്രൈസ്റ്റ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഒരു പ്രാവശ്യം കൂടി അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം ഇങ്ങനെ പറയുന്നു: എന്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും നീതിയും ഉണ്ട്. ഇവിടെ ഹല്ലേലൂയ, ഈ സദൃശ്യവാക്യങ്ങൾ എഴുതിയിരിക്കുന്നത് ശലോമോനാണ്. ജ്ഞാനികളിൽ ജ്ഞാനിയായ ദാവീദിന്റെ മകനായ ശലോമോനാണ് ഈ വേദഭാഗം അല്ലെങ്കിൽ ഈ സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം എഴുതിയിരിക്കുന്നത്. നമുക്ക് ഹല്ലേലൂയ 1 രാജാക്കന്മാരുടെ പുസ്തകം നമ്മൾ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദാവീദിനോട് ദൈവം ഹല്ലേലൂയ വാഗ്ദത്തം ചെയ്തു. യെരൂശലേമിന്റെ ആലയം പണിയേണ്ടതിന് ദാവീദ് ആഗ്രഹിച്ചപ്പോൾ ദൈവം പറഞ്ഞു, നിന്നെ കൊണ്ടല്ല, നിന്നിൽ നിന്ന് പുറപ്പെടുന്ന തലമുറയെ കൊണ്ട് ഞാൻ എൻ്റെ ആലയത്തിന്റെ പണി, അതായത് ആലയം പൂർത്തീകരിക്കുമെന്ന് ദൈവം വാഗ്ദത്തം കൊടുത്തു. അപ്പോൾ എന്നാൽ യെരൂശലേം ദേവാലയം പണിയേണ്ടതിന് കാര്യാദികളെല്ലാം, തടികളാണെങ്കിലും മറ്റുള്ള ഉപകരണങ്ങളെല്ലാം ദാവീദ് എന്ത് ചെയ്തു? അതെല്ലാം ഒരുക്കി. എന്നാൽ തന്റെ മകന്റെ സമയമായപ്പോഴത്തേക്ക് ഈ ആലയം അപ്പൻ കേട്ട വാഗ്ദത്തങ്ങളെ കൊണ്ട് ദൈവം ശലോമോനിലൂടെ ആ ദൈവത്തിന്റെ ആലയം പണിതു. അത് മാത്രമല്ല ഹല്ലേലൂയ, ശലോമോനെ ദൈവം രാജാവാക്കുമെന്ന ദൈവിക ആലോചന ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. 1-ാമത്തെ രാജാവ് ശൗലാണ്, 2-ാമത്തെ രാജാവ് ദാവീദാണ്, 3-ാമത്തെ രാജാവ് ശലോമോനാണ്. ശലോമോന് ഹല്ലേലൂയ 3-ാമത്തെ രാജാവാകുമ്പോൾ ശലോമോനിലൂടെയാണ് രാജ്യം വിഭജിക്കപ്പെടുന്നത്. ഇസ്രായേലും യഹൂദയും ഒറ്റ രാജ്യമായിരുന്ന ആ രാജ്യം 2ആയി വിഭാഗിക്കപ്പെട്ടത് ഈ ശലോമോന്റെ കാലത്താണ്. എന്നാൽ ശലോമോൻ രാജാവാകുന്ന സമയത്ത് ഹല്ലേലൂയ നമുക്കറിയാം, 1 രാജാക്കന്മാർ പുസ്തകം 3-ാം അധ്യായം വായിക്കുമ്പോൾ ശലോമോൻ ദൈവത്തിന്റെ സന്നിധിയിൽ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. അതിന്റെ 6-ാം വാക്യം ഇങ്ങനെ പറയുന്നു. അതിന് ശലോമോൻ പറഞ്ഞത് എന്തെന്നാൽ, എന്റെ അപ്പനായ ദാവീദ് നിന്റെ ദാസൻ സത്യത്തോടും നീതിയോടും പരമാർത്ഥതയും കൂടെ നിന്റെ മുമ്പാകെ നടന്നതിനൊത്തവണ്ണം നീ അവനോട് കൃപ ചെയ്തു. ഈ വലിയ കൃപ അവനായി പാലിക്കുകയും ഇന്നുള്ളതിന് പോലെ അവന്റെ സിംഹാസനം ഇരിക്കുവാൻ അവനൊരു മകനെ നൽകുകയും ചെയ്തിരിക്കുന്നു. ശലോമോൻ പറയണം, എന്റെ അപ്പനായ ദാവീദിനോട് അങ്ങ് വാഗ്ദത്തം ചെയ്തു. ദൈവത്തിന്റെ സന്നിധിയിൽ സത്യത്തോടും നീതിയോടും ഹൃദയപരമാർത്ഥം നടന്നത് കൊണ്ട് എന്ത് ചെയ്തു? ദൈവം അവന് കൃപ നൽകി. അവന് ദൈവം അവന്റെ സിംഹാസനം ഇരിക്കുവാൻ തക്കവണ്ണം ഒരു മകനെ നൽകിയിരിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അതിന്റെ 7-ാം വാക്യം പറയും, എന്റെ ദൈവമായ യഹോവേ, നീ അടിയനെ ഇപ്പോൾ എന്റെ അപ്പനായ ദാവീദിന് പകരം രാജാവാക്കിയിരിക്കുന്നു. എന്നിട്ട് പറയും, ഞാനോ ഒരു ബാലനത്രേ, കാര്യാധികം നടത്തുവാൻ എനിക്ക് അറിയില്ല. നീ എന്നെ തിരഞ്ഞെടുത്തതും പെരുപ്പ നിമിത്തം എണ്ണവും കണക്കും ഇല്ലാത്തതുമായ വലിയൊരു മഹാജാതി ഈ ജനത്തിന്റെ മധ്യേ അടിയനിരിക്കുന്നു. പറയുകയാണ്, ദൈവത്തിന്റെ വാഗ്ദത്തമാണ് ഞാൻ രാജാവാകും എന്നുള്ളത്. എന്റെ അപ്പന് കൊടുത്ത ദൈവിക വാഗ്ദത്തമാണ്. അതൊക്കെ ശരിയാണ് ദൈവമേ. എന്നാൽ എന്റെ ഈ ജനത്തെ എനിക്ക് നയിക്കുവാൻ എനിക്ക് ജ്ഞാനമില്ല. ഈ ജാതി എന്ത് ചെയ്യുക? പെരുപ്പം നിമിത്തം എണ്ണവും കണക്കില്ലാത്ത വലിയൊരു മഹാജാതിയായ ദൈവത്തിന്റെ ജനത്തെ ഹല്ലേലൂയ ഭരിക്കുവാൻ എന്ത് ചെയ്യുക? എനിക്ക് ജ്ഞാനം നൽകണം. അതിന്റെ 8-ാം വാക്യം പറയാ, 9-ാം വാക്യം പറയുക, ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ളൊരു ഹൃദയം എനിക്ക് നൽകണമേ എന്ന് ഹല്ലേലൂയ ശലോമോൻ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ശലോമോൻ പ്രാർത്ഥിക്കാത്തതും കൂടെ നൽകി. നമുക്ക് അതിനകത്ത് പുത്രസമ്പത്തോ ദൈവം അവനോട് അള്ളി, നീ ദീർഘായുസോ സമ്പത്തോ ശത്രു സംഹാരമോ ഒന്നും എന്നെ അപേക്ഷിക്കാതെ ന്യായപാലന വിവേകം എന്ന കാര്യം മാത്രം നീ അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിന്റെ അപേക്ഷ പ്രകാരം ചെയ്തിരിക്കുന്നു. ജ്ഞാന വിവേകമുള്ളൊരു ഹൃദയം ഞാൻ നിനക്ക് നൽകിയിരിക്കുന്നു. നിനക്ക് സമനായി മുമ്പ് ഒരാളും ഉണ്ടായിട്ടില്ല.
നിന്റെ ശേഷം ആരും ഉണ്ടാകുകയില്ല. നോക്കുക, ശലോമോൻ ചോദിച്ചെന്താ? എനിക്ക് ഈ ജനത്തെ നയിക്കേണ്ടതിന് ജ്ഞാനവും വിവേകവും. എന്നാൽ ദൈവം കൊടുത്ത വാഗ്ദത്തം എന്താ? അവൻ നിനക്ക് മുമ്പും പിമ്പും നിന്നെ പോലെ ഒരുത്തൻ ഉണ്ടാകത്തില്ല. എന്നിട്ട് പറയുകയാണ്, നീ അപേക്ഷിക്കാത്ത സമ്പത്തും മഹത്വവും ഞാൻ നിനക്ക് നൽകിയിരിക്കുന്നു. നിന്റെ ആയുഷ്കാലത്തൊക്കെയും രാജാക്കന്മാരിൽ ഒരുത്തനും നിനക്ക് സമനാകുകയില്ല. നോക്കുക, ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ ജനിച്ച സന്തതി, ദൈവിക ആലോചന ദൈവത്തിന്റെ സന്നദ്ധ എന്ന് കേട്ട മനുഷ്യൻ, എന്നാൽ പറയുകയാണ്, ഈ പെരുപ്പം കൂടിയ ഈ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ജനത്തെ ഭരിക്കേണ്ട എനിക്ക് ജ്ഞാനവും വിവേകവും നൽകണമേ എന്ന് ദൈവത്തിന്റെ സന്നദ്ധി ചോദിച്ചപ്പോൾ ദൈവം അവന് കൊടുത്തത് എന്താ? ജ്ഞാനം മാത്രമല്ല, വിവേകം മാത്രമല്ല, അവന് സമ്പത്തും മഹത്വവും അവൻ കൂടെ ഞാൻ നിനക്ക് നൽകിയിരിക്കുന്നു. എന്നിട്ട് പറയും, നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും രാജാക്കന്മാർ ഒരുത്തനും നിനക്ക് സമനാകത്തില്ല. എന്ന് വെച്ചാൽ നിന്നേക്കാൾ ഉയർന്ന ഇനി ഒരാൾ എത്ര രാജാക്കന്മാർ വന്നാൽ നിന്നേക്കാൾ ഉയരത്തില്ല. നോക്ക്, ഇവിടെ പറയുകയാണ് സദൃശ്യവാക്യങ്ങൾ 8-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം പറയും, എന്റെ പക്കലാണ് ധനവും മാനവും പുരാതന സമ്പത്തും നീതിയുമുള്ളത്. അപ്പൊ നോക്കുക, ശലോമോൻ ദൈവത്തിന്റെ സന്നിധി ദൈവത്തോട് ചോദിച്ചപ്പോൾ അവന് ചോദിക്കാത്തതും കൂടെ ദൈവം നൽകി കൊടുക്കുവാൻ ഇടയായി. പക്ഷെ എന്താണ് അവൻ ചോദിച്ചത്? പണമോ ജ്ഞാനമോ അല്ലെങ്കിൽ ഭൗതികമായ സമ്പത്തോ അല്ല അവൻ ചോദിച്ചത്. അവൻ ചോദിച്ചത് ഗുണവും ദോഷം തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തെ ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ളൊരു ഹൃദയത്തെ ചോദിച്ചപ്പോൾ, വിവേകമുള്ളൊരു മനസ്സിനെ ചോദിച്ചാൽ എന്ത് ചെയ്യും? ദൈവം നമ്മൾ ചോദിക്കാത്തതും കൂടെ നൽകും. അതിന്റെ അടയാളമാണ് ശലോമോന്റെ ഈ പ്രാർത്ഥന. നമുക്കറിയാം, തെക്കേ രാജ്ഞി ശേബ രാജ്ഞി വരെ എന്ത് ചെയ്തു? ശലോമോന്റെ ജ്ഞാനം കേൾക്കാൻ വന്ന തിരുവചനം പറയുന്നത്. അതുപോലെ മറ്റൊരുത്തിന്റെ ജ്ഞാനം കേൾക്കുവാനും ഒരു രാജ്ഞി പോലും വന്നിട്ടില്ല. നോക്കുക, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം പ്രാർത്ഥിച്ചവനെ ദൈവം മാനിച്ചു. ഇവിടെ പറയുകയാണ്, ധനവും മാനവും ആരുടെ പക്കലാ ഉള്ളത്? ദൈവത്തിന്റെ പക്കലാ ഉള്ളത്. ധനം ദൈവത്തിന്റെ പക്കലാണ്. നമ്മുടെ ദൈവത്തിന്റെ പക്കലാണ് ധനമുള്ളത്. നിങ്ങൾക്ക് ധനം ആവശ്യമാണോ? ഹല്ലേലൂയ. അത് നിങ്ങൾ ആരോടാണ് ചോദിക്കാൻ? ദൈവത്തിന്റെ പക്കലാണുള്ളത്. പൂർണ്ണത വരുത്തുന്ന പൂർത്തി വരുത്തുന്ന ദൈവത്തിന്റെ സന്നിധിയിലാണ് ധനമുള്ളത്. നിങ്ങൾക്ക് ധനം വേണമെങ്കിൽ നിങ്ങൾ ദൈവത്തോട് ചോദിക്കണം. മാനം ദൈവത്തിന്റെ സന്നിധി. ഒരു മാനം എന്ന് പറയുമ്പോൾ മനുഷ്യന് ഒരിക്കലും മാന്യത നൽകുവാൻ കഴിയത്തില്ല. എന്നാൽ നിന്ദിക്കപ്പെട്ട മാന്യത വേണമെങ്കിൽ അത് ഉള്ളതെല്ലാം ഉറവിടമായ ദൈവത്തിന്റെ സന്നിധിയിലാണ്. പുരാതന സമ്പത്ത് എന്ന് പറയുന്നത്, നമ്മൾ ചില ആൾക്കാർ പറയുന്നത് എന്റെ പൂർവികന്മാരുടെ സമ്പത്ത്, തലമുറകളായി വന്ന നമ്മുടെ പിതാക്കന്മാർ. എന്നാൽ ആ സമ്പത്തെല്ലാം ദൈവത്തിന്റെ പക്കലാണുള്ള പുരാതനമായ സമ്പത്ത്. അതാണ് പറയുന്നത്, പുരാതനമായ ദൈവം നമ്മുടെ സങ്കേതമാണ്, കീഴെ ശാശ്വത ഭുജങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെ പറയും നീതി. ഹല്ലേലൂയ. മനുഷ്യൻ നമുക്ക് നീതി തന്നാൽ എന്ത് ചെയ്യാ? അത് നമ്മൾ നീതിയാകത്തില്ല. എന്നാൽ ദൈവത്തിന്റെ നീതി എന്ത് ചെയ്യാ? ദൈവത്തിന്റെ നീതി നമ്മെ നീതീകരിക്കപ്പെടും. ദൈവത്തിന്റെ നീതി സത്യമുള്ളതാണ്. നാം ഈ ഭൂമിയിൽ കിടന്ന എത്ര നീതിക്ക് വേണ്ടി കേണാലും ദൈവം നമുക്ക് നീതി നൽകുന്നില്ലെങ്കിൽ നീതി ഇല്ല എന്ന് സദൃശ്യവാക്യം 3:16 തന്നെ പറയുകയാണ്, ദൈവത്തിന്റെ വലങ്കൈ ദീർഘായുസ്. നിങ്ങൾക്ക് ദീർഘായുസ് വേണോ? അത് ദൈവത്തിന്റെ കയ്യിലായിരിക്കുന്നത്. ദൈവത്തിന്റെ കയ്യിലാണ് ധനവും മാനവും ഇരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം 1 കൊരിന്ത്യർ പറയുന്നുണ്ട്, ദരിദ്രനെയും പലരെയും സമ്പന്നമാക്കുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ദൈവത്തിന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പക്ഷേ ഭൂമിയിലുള്ള ഭൗതികമായ കാര്യങ്ങളാണെന്നാൽ കർത്താവ് ഇവിടെ ഈ ശലോമോന്റെ കാര്യം വെച്ച് പറയുകയാണെങ്കിൽ, ശലോമോൻ ചോദിച്ചത് വിവേകവും ജ്ഞാനമുള്ള ഹൃദയമാണ്. പ്രിയരെ, നിങ്ങൾ ദൈവത്തിന്റെ സന്നിധി, ദൈവനാമത്തിന് വേണ്ടി, നിങ്ങൾ ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ ചോദിക്കും, ആത്മീയത്തിന് വേണ്ടി നിങ്ങൾ മുന്നേറുവാൻ തയ്യാറാകുന്നെങ്കിൽ ഈ നമ്മൾ വായിച്ച തിരുവചന പ്രകാരം ശലോമോൻ ചോദിച്ചത് വിവേകവും ജ്ഞാനവുമാണെങ്കിൽ പിന്നെ അവന് സമ്പത്ത് കൂടി കർത്താവ് സ്വയം കൊടുത്ത് അവനെ അനുഗ്രഹിക്കുവാൻ ഇടയായി. ഇവിടെ പറയുന്നത്
ദൈവത്തെ അനുഗമിക്കുന്നവർക്ക് എന്ത് ചെയ്യുക? അമ്മീ ഹല്ലേലൂയ സമ്പത്ത് ബഹുമാനം കൊണ്ടുവരും. അമ്മീ ദൈവത്തെ അനുസരിക്കുന്നവർക്ക് ജ്ഞാനം ഉണ്ടാകും. അമ്മീ അതുകൊണ്ട് യഹോവയ്ക്ക് ജ്ഞാനത്തിന്റെ ആരംഭം എന്ന അമ്മീ സദൃശ്യവാക്യങ്ങൾ പറയുന്നത്. ഹല്ലേലൂയ ഇവിടെ പറയുകയാണ്. ഹല്ലേലൂയ ജ്ഞാനം ഹല്ലേലൂയ ഭൗതികമായ ജ്ഞാനമുണ്ട്, ആത്മീക ജ്ഞാനമുണ്ട്. പക്ഷെ ഒരു മനുഷ്യനെ പിശാച് തകർത്തു കളയാൻ പറ്റാത്തത് ആത്മീക ജ്ഞാനമാണ്. ഹല്ലേലൂയ ഭൗതിക ജ്ഞാനം മനുഷ്യനുമായി ഒരുപക്ഷെ തർക്കിക്കുക, മനുഷ്യനുമായി സംസാരിക്കും. പക്ഷെ ആത്മീക ജ്ഞാനം കൊണ്ട് മനുഷ്യനുമായിട്ടുള്ള ബന്ധമല്ല, ദൈവമായിട്ടുള്ള ബന്ധമാണ്. അവൻ പിശാചിന്റെ പ്രവർത്തികളെ തകർത്തു കളയുവാൻ തക്കവന്ന ഹല്ലേലൂയ ജ്ഞാനം. ഹല്ലേലൂയ അമ്മേ ഹല്ലേലൂയ ജ്ഞാനം താൽക്കാലികമാണെങ്കിൽ നിത്യമായത് നിലനിൽക്കുന്ന നിത്യമായതേ ഉള്ളൂ അല്ലെ എന്ന് പറയുകയാണ് ഇവിടെ. ആമേ ഹല്ലേലൂയ നീതിയുടെ കാര്യത്തെ കുറിച്ച് പറയുകയാണ്. ദൈവം തരം നീതി അത് നമ്മുടെ ജീവിതത്തിൽ എന്നേക്ക് നിലനിൽക്കുന്ന നീതിയാണ്. അതുകൊണ്ട് പ്രിയരെ ഇന്നത്തെ വചനം ഹല്ലേലൂയ നിങ്ങളോട് ദൈവാത്മാവ് സംസാരിക്കുന്നത് നിങ്ങൾ കഴിഞ്ഞ നാളുകളുടെ ഭൗതികത്തെ കുറിച്ച് മാത്രമാണ് നിങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ ഹല്ലേലൂയ നിങ്ങൾ അതൊക്കെ നിങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് ദൈവമായൊരു ബന്ധത്തിന് നിങ്ങൾ മുൻതൂക്കം കൊടുക്കുമെങ്കിൽ ഹല്ലേലൂയ ഇവിടെ പറയുകയാണ് ദൈവത്തെ കുറിച്ചുള്ള ജ്ഞാനം നിങ്ങൾക്ക് വേണം. ദൈവ വഴിയെ ഞാൻ നടക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മുന്നോട്ട് പോകുവാൻ, ആത്മീയ കാര്യങ്ങൾക്ക് മുന്നേറുവാൻ, ദൈവിക കാര്യങ്ങൾക്ക് നിങ്ങൾ ശ്രദ്ധ കൊടുക്കുമെങ്കിൽ, അതുകൊണ്ട് കർത്താവ് മുൻപേ അതിന്റെ രാജ്യനീതിയും അന്വേഷിപ്പൻ അതോടുകൂടി ഇത് ലഭിക്കുമെന്ന് പറഞ്ഞത് ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുമെങ്കിൽ, നിങ്ങൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുമെങ്കിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള വിഷയങ്ങളെ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയുള്ള വിഷയങ്ങളെ ഏത് വിഷയമാണ് നിങ്ങളുടെ കുടുംബ ജീവിതമാണെങ്കിൽ ഏത് വിഷയമാണെങ്കിലും അതെല്ലാം മാറ്റുവാൻ ദൈവത്തിന് കഴിയും. എന്നാൽ നിങ്ങൾ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കണം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഹല്ലേലൂയ ദാവീദ് പറയുകയാണ് 42-ാം സംഘം മാൻ നീർത്തുള്ളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്ന പോലെ ദൈവമേ എന്റെ ആത്മാവ് നിനക്കായി കാത്തിരിക്കുന്നു. അതേ ജീവനുള്ള ദൈവത്തിനായി തന്നെ എന്ത് ദാഹിക്കുകയാണ്. നിങ്ങൾ ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നെങ്കിൽ, ദൈവകാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നെങ്കിൽ പ്രിയരെ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ട്. നിങ്ങൾ ചോദിക്കാത്ത പറയാത്ത ദൈവസനി പ്രാർത്ഥിക്കാത്ത വിഷയങ്ങൾക്ക് ദൈവം നിങ്ങൾ മറുപടി നൽകും. നിശ്ചയമായും നമുക്ക് ശലോമോന്റെ ജീവിതത്തിന്റെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവൻ ചോദിക്കാൻ ദൈവം കൂടി നൽകി. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വചനങ്ങൾ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.